അപ്പോൾ സീ പ്ലെയിൻ എന്ന പേരിൽ മാത്രമേ ഉമ്മൻചാണ്ടിയുടെ പ്ലെയിനും ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഹമ്മദ് റിയാസ് നീറ്റിലിറക്കുന്ന പ്ലെയിനും തമ്മിലുള്ള ബന്ധമുള്ളൂ? കാരണം അന്ന് DGCയുടെ പെർമിഷൻ പോലും കിട്ടിയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഈ സീ പ്ലെയിൻ ഇപ്പോൾ നീറ്റിലിറക്കുന്നത്. അപ്പോൾ രണ്ട് പദ്ധതികളാണ്. മറ്റേത് സംസ്ഥാന സർക്കാരിൻ്റെ ഓൺ പ്രോജക്റ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു, എതിർപ്പ് കാരണം പരാജയപ്പെട്ടു. അന്ന് കായൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പരീക്ഷണ പറക്കൽ നിശ്ചയിച്ചത്, അഷ്ടമുടി കായലിൽ നിന്ന് പുന്നമട കായലിലേക്ക്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ പദ്ധതി അങ്ങനെയല്ല, എയർപോർട്ടിൽ നിന്ന് ഡാമിലേക്കാണ്, ഡാമിൽ നിന്ന് എയർപോർട്ടിലേക്കാണ്. ആ രീതിയിൽ അതിനെ ക്രമീകരിച്ചാൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഇല്ലാതെയാവും. അത് കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പിണറായി സർക്കാർ നടപ്പിലാക്കുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഈ ഒരു പ്ലാനിങ് ഉമ്മൻചാണ്ടി സർക്കാരിന് ഇല്ലാതെ പോയതാണോ പദ്ധതി ഇല്ലാതാകാനുള്ള കാരണം? ശബരിനാഥൻ. അല്ല, ആദ്യമേ തന്നെ ഇവിടുന്ന് സംസാരിക്കുന്ന ശ്രീ SK സജീഷ് പണ്ടത്തെ പോലെ DYFIയുടെ ഒരു നേതാവ് മാത്രമല്ല, അദ്ദേഹം കേരള ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ പ്രസിഡൻറ്റോ ചെയർമാനോ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ആദ്യം പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈ ഒരു സീ പ്ലെയിൻ പദ്ധതിയുടെ പ്രധാനപ്പെട്ട വ്യത്യാസം ഈ പദ്ധതി ഡാമുകളിൽ മാത്രം ആണ് ഉപയോഗിക്കുന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രിയൊക്കെ ഒന്ന് ലാൻഡ് ചെയ്തത് ബോൾഗാട്ടി കായലിലല്ലേ ഡോക്ടർ അരുണെ? എന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയാ. ബോൾഗാട്ടി വന്ന് ബോൾഗാട്ടിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു, ബോൾഗാട്ടി ലാൻഡ് ചെയ്തു. ബോൾഗാട്ടിയിൽ ഏത് ഡാമാണ് സജീഷ്? ഞാൻ പറയട്ടെ സജീഷ്, ഏത് ഡാമാ ബോൾഗാട്ടിയിലുള്ളത്? കൊച്ചിക്കായലിൽ ഏത് ഡാമാ ബോൾഗാട്ടിയിലുള്ളത്? നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇത്രയും വിവരമില്ലായ്മ ആണെങ്കിൽ ഈ കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുകയാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് താങ്കൾ പറയാറ് ഡാം ടു ഡാം ആണെന്ന്. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതും വന്നതും കൊച്ചിക്കായലിലാണെന്നേ, ബോൾഗാട്ടിയിലാണെന്ന്. ഇപ്പം എന്താ വ്യത്യാസം ഉമ്മൻചാണ്ടി പദ്ധതിയായിട്ട്? അപ്പോൾ ആദ്യം സജീഷ് എന്ന കേരള സ്റ്റേറ്റ് ടൂറിസം ലിമിറ്റഡിൻ്റെ എന്തോ വലിയ ആളായിട്ടുള്ള സജീഷ് പറഞ്ഞ ഇത് കായലിലോട്ട് പോകുന്നില്ല, അതുകൊണ്ട് ഉമ്മൻചാണ്ടിയിൽ നിന്ന് വ്യത്യാസമാണെന്ന് പറഞ്ഞ ആ വാദം തെറ്റ്. ഒന്ന്. രണ്ടാമത്തേത്, 2013 ഒരു പാർലമെൻറ്റിലെ രേഖ ഞാൻ ഉന്നയിക്കുകയാണ്. 2013 ഒരു പാർലമെൻറ്റിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ശ്രീ KP ധനപാലൻ അൺസ്റ്റാർട്ട് ക്വസ്റ്റ്യൻ 2600 മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ശ്രീ KC വേണുഗോപാൽ നൽകിയ ചോദ്യത്തിൽ കേരളത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ചോദിക്കുന്നു. അതിൽ പറയുന്നു, ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഫോർ കേരള സീ പ്ലെയിൻ പ്രൊജക്ട് ഹാസ് ബീൻ ഗ്രാൻഡഡ് ഓൺ 30/1/2013. ജനുവരി 30, 2013 ഈ പദ്ധതിക്ക് അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന് അന്ന് വ്യോമയാന മന്ത്രിയായിരുന്ന സഹമന്ത്രിയായിരുന്ന ശ്രീ KC വേണുഗോപാൽ അന്നത്തെ നമ്മുടെ ചാലക്കുടി MP ആയിട്ടുള്ള ശ്രീ ധനപാലിന് നൽകി കണക്ക്. അപ്പോൾ അങ്ങ് ഈ ചാനലിൽ നിന്ന് കഴിഞ്ഞ 2 മിനിറ്റിൽ പറഞ്ഞിരുന്ന 2 പെരുന്നുണകൾ, ഒന്നത് ഡാം ടു ഡാം ആണെന്നുള്ള നുണ, അത് കൊച്ചി കായലിൽ നിന്ന് പോയപ്പോൾ ഡാമില്ല. രണ്ടാമത് അനുമതിയില്ലാതെ ചുമ്മാ പറത്തിയതാണെന്ന് പറഞ്ഞതും അനുമതി ഉണ്ടെന്നുള്ള രേഖ വെച്ചു. CPMൻ്റെ നയം ഇതാണ്. കഴിഞ്ഞ 10 വർഷമായി നമ്മളൊരു കഴിഞ്ഞൊരു 80 മുതലുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും കേരളത്തെ പിന്നോട്ടടിക്കുന്ന സ്വഭാവമാണ് CPMനുള്ളത്. ട്രാക്ടറാകട്ടെ, കമ്പ്യൂട്ടറാകട്ടെ, തൊഴിൽ തിന്നുന്ന മകനെന്നാണ് കമ്പ്യൂട്ടറിനെ വിളിച്ചത്, നെല്ലൂത്തുന്ന മില്ലാവട്ടെ, കൊച്ചി മെട്രോ ആവട്ടെ, കണ്ണൂർ എയർപോർട്ടാവട്ടെ, വിഴിഞ്ഞമാവട്ടെ, നെടുമ്പാശ്ശേരി ആവട്ടെ, ഗെയിലാവട്ടെ, എക്സ്പ്രസ് ഹൈവേ ആവട്ടെ, ഇതിനെല്ലാം എതിർത്തിരുന്ന ആളുകൾ അവർ അധികാരത്തിൽ വരുമ്പോൾ അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ പിന്നോട്ടടിച്ച അന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് പൈലറ്റ് നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇന്ന് പ്ലേ ചെയ്തു, പല ചാനലും പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുകയാണ്, ഒരു 3 മാസം നമുക്കിത് ഓടിക്കാം, അത് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ട്, അതിൽ പാരിസ്ഥിതിക പ്രശ്നമുണ്ടോ നമുക്ക് പഠിക്കുകയാണെങ്കിൽ ആ പദ്ധതി ഞാൻ നിർത്തലാക്കാൻ തയ്യാറാണെന്ന് ആർജവത്തോടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞതാണ്. അത് കേൾക്കാതെയാണ് നിങ്ങളന്ന് സമരം നടത്തിയത്. ആ സമരം നടത്തിയതിന് ശിഷ്ടമെന്നുണ്ടായെന്ന് ചോദിക്കുകയാണെങ്കിൽ കമ്പനി തുടങ്ങിയ ആൾ 59 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. ഈ പറഞ്ഞ അന്ന് കൊണ്ടുവന്ന സീ പ്ലെയിനുകൾ അത് പിന്നെ NCLT കോടതിയിൽ ട്രൈബ്യൂണലിൽ പോയി ആ കമ്പനി പൂട്ടി. അവസാനം ആ കമ്പനി പൂട്ടി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സീ പ്ലെയിൻ തിരികെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അതിന് ഡിസ്മാൻഡിൽ ചെയ്ത് 3 കോടിക്ക് വാങ്ങിച്ച് അമേരിക്കൻ കമ്പനിക്ക് തിരിച്ച് അത് ബൈ റോഡും ബൈ ഷിപ്പും പാർട്സായിട്ട് വിടുകയായിരുന്നു. 2 സംരംഭകർ തുടങ്ങിയ പദ്ധതി ആ അവസ്ഥയിലാണ് നിങ്ങൾ കാരണം. സ്വപ്ന പദ്ധതിയെ പൊളിച്ച് പാർട്സ് ആയിട്ട് തിരിച്ച് ജപ്തി ചെയ്ത് കയറ്റി അയച്ചു എന്നതാണ് സീ പ്ലെയിൻ്റെ കഥ. അതിൽ 2 മലയാളി വൈമാനികരായിരുന്നു സംരംഭകർ, സുധീഷ് ജോർജും മറ്റൊരു ജോർജും. ഈ 2 പേരും ഇപ്പോൾ നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ ഡോക്ടർ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇവർ രണ്ടുപേരുമാണ് അന്ന് അമേരിക്കയിൽ നിന്നൊരു ഫ്ലൈറ്റ് വാങ്ങിച്ച് ഇവർ രണ്ടുപേരും പറത്തി കേരളത്തിൽ കൊണ്ടുവന്ന് ഈ പദ്ധതിയുടെ പൈലറ്റ് നടത്തി അത് വിജയമാവാത്തത് കൊണ്ട് അവരുടെ കമ്പനി NCLT നാഷണൽ കമ്പനി ലോ ബോർഡ് ട്രൈബ്യൂണലിൽ പോയി നമ്മുടെ ഇൻസോൾവൻസിക്ക് പോയിട്ട് അവസാന കമ്പനി എന്താ പറയുക അവരുടെ ലിറ്റിഗേഷനൊക്കെ നടന്ന് അവരുടെ ലിക്വിഡേറ്റർ വന്ന് കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്ത് അവസാനം ഫെഡറൽ ബാങ്കിന് പൈസയും കൊടുത്ത് ഫെഡറൽ ബാങ്ക് ഈ പഴയ സീപ്ലെയിനെ എത്രയോ ലക്ഷം രൂപയ്ക്ക് അതിന് ഈ സ്ക്രാപ്പ് വിൽക്കുന്ന അവസ്ഥയിൽ ആ സീപ്ലെയിൻ്റെ അസ്ഥി സ്കെലറ്റൻ സ്ക്രാപ്പ് വിറ്റാണ് അവർ ഇച്ചിരിങ്ങനെ കടം വീട്ടിയത്. ആ സീപ്ലെയിൻ പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട് ശ്രീ ശബരിനാഥൻ. 2013 ജൂൺ മാസം 2-ാം തീയതി പരീക്ഷണ പറക്കൽ നടത്താൻ ശ്രമിച്ച് അത് പരാജയപ്പെട്ടത് പ്രതിപക്ഷത്തിന്റെ ഒറ്റ എതിർപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ സർക്കാരിന് ഇച്ഛാശക്തിയില്ലെന്ന് പ്രൂവ് ചെയ്യലല്ലേ? ഇത് അവരുമായി ഒരു തൊഴിലാളികളുമായി ചർച്ച നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് INTUC അടക്കം AITUC-ക്കൊപ്പം ഈ സമരത്തിലുണ്ടായിരുന്നുവെന്നാണ്. ശരിയല്ലേ? അല്ല, അതിലൊന്നും ഉമ്മൻചാണ്ടി സാറിൻ്റെ നിലപാടുണ്ടല്ലോ. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം എന്നുള്ളത്. അത് പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിലാളി സംഘടനകൾ ചെയ്തില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. ഇപ്പോഴും തൊഴിലാളി സംഘടനകൾ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് സംഘടനകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പഠിച്ച് അതിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തന്നെ പദ്ധതി മുന്നോട്ട് പോകണം. ഈ പദ്ധതി പിന്നോട്ട് പോകണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പക്ഷേ 10 വർഷം ഈ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി പദ്ധതി ഒരു പൈലറ്റായി കൊണ്ടുവന്ന് ഒരുപക്ഷെ 10 വർഷം കൊണ്ട് ഈ പദ്ധതി മര്യാദയ്ക്ക് നടന്ന് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റായി മാറ്റുന്ന പ്രോജക്റ്റിനെ ഇല്ലാതാക്കി വീണ്ടും നാടക്കുരുക്കിലേക്ക് പോകുമോ എന്നതാണ് ചോദ്യം. ഒരു പോയിന്റ് പറഞ്ഞോളൂ, പൂർത്തീകരിച്ചോളൂ. അല്ല, ഒരു പോയിന്റ് ഞാൻ പറയാം. എനിക്ക് ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ പ്രോഗ്രാമിന് പേരിടുന്ന ആളുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. മുഹമ്മദ് റിയാസ് എന്താ ഇതിന് പേര്? ഉമ്മൻചാണ്ടി സാറിൻ്റെ സീപ്ലെയിൻ പദ്ധതിക്ക് നിങ്ങൾ എന്താ പേരിടുന്നത്? ജനകീയ സീപ്ലെയിൻ. അല്ല, ജനവിരുദ്ധ സീപ്ലെയിൻ. എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകുമോ? ഇനി ആൾക്കാർ എൻ്റെ KSTLൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള കൊച്ചി കായലിലെ ഡാമുണ്ടെന്ന് വിശ്വസിക്കുന്ന ശ്രീ സജീഷ് എന്ത് ജനകീയതയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഓക്കെ, അതിന് സജീഷ് മറുപടി പറയും. വളരെ ഗുരുതരമായ ആരോപണമാണ്. സജീഷ് അതിന് മറുപടി പറയണം. നുണ പറഞ്ഞു എന്നാണ് ശബരിനാഥൻ പറയുന്നത്. Debate with Dr. Arun Kumar.